ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नाम श्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रथितकृपया ശ്രീഗുരും തം നതോസ്മി. നമ്മളിന്ന് വായിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 9-ാമത്തെ അധ്യായം. അധ്യായത്തിന്റെ പേര് ദ ഡിസയർ ട്രീ ഓഫ് ഡിവോഷണൽ സർവീസ് എന്ന് വെച്ചാൽ ഭക്തി കൽപ്പവൃക്ഷം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. നമ്മളെല്ലാവരും ഭക്തി വൃക്ഷ എന്ന പരിപാടി നടത്തുന്നവരാണ്. അപ്പോൾ ആ നാമധേയം ഈ അധ്യായത്തിൽ നിന്നാണ് എടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ എപ്രകാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഭക്തിയാകുന്ന വൃക്ഷത്തെ നട്ടത്, അദ്ദേഹം തന്നെ എപ്രകാരം അതിൻ്റെ ചെടി നോക്കുന്ന തോട്ടക്കാരനായി, എപ്രകാരം അദ്ദേഹം തന്നെ ആ മരമായി എന്നുള്ളതെല്ലാം വർണ്ണിക്കുന്ന വർണ്ണനയാണ് ഈ 9-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നടത്തുന്നത്. 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. തം ശ്രീമദ് കൃഷ്ണ ചൈതന്യ ദേവം വന്ദേ ജഗദ്ഗുരും യസ്യാനുകമ്പയ സ്വ അപി മഹാബ്ദിം സന്തരേത് സുഖം. അദ്ദേഹം പറയുകയാണ്, ഞാൻ ജഗദ്ഗുരുവായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു നായയ്ക്ക് പോലും ഒരു വലിയ സമുദ്രത്തെ നീന്തി തരണം ചെയ്യാൻ കഴിയും എന്ന്. വീണ്ടും ഒരിക്കൽ കൂടി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി, ഹരേ കൃഷ്ണ, വീണ്ടും ഒരിക്കൽ കൂടി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തൻ്റെ വിധേയത്വം വെളിപ്പെടുത്തുന്ന ഒരു ശ്ലോകമാണിത്. അതായത് അദ്ദേഹം പറയുകയാണ്, ഒരു നായയ്ക്ക് പോലും സമുദ്രം തരണം ചെയ്യുവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യത്താൽ സാധിക്കും എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, നായകൾ അത്ര നല്ല നീന്തൽ വിദഗ്ധരല്ല. ചെറിയ ഒരു ജലാശയത്തിൽ പ്രവേശിച്ചാൽ പോലും ഒരല്പദൂരം നീന്തിയിട്ട് ഈ നായ തിരിച്ചോടി വന്ന് കയറും. ഇത് നായകളെ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും. അപ്പോ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, നായകൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഒരു സമുദ്രം തരണം ചെയ്യാൻ കഴിയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം കൊണ്ടിട്ട് എന്ന്. അപ്പോൾ 1-ാമത്തെ കാര്യം, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തൻ്റെ വിനീതമായ ഭാവത്തെ അദ്ദേഹം ഇവിടെ നമുക്കെല്ലാവർക്കും പ്രകടിപ്പിച്ച് കാണിക്കുകയാണ്. അതായത് വീണ്ടും അദ്ദേഹം പറയുന്നു, എനിക്ക് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല, പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭു നൽകിയിട്ടുള്ള ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന്. മഹാബ്ദിം സന്തരേ സുഖം, അതായത് വളരെ എളുപ്പത്തിൽ മഹാബ്ദി, വലിയ ഒരു സമുദ്രത്തെ പോലും തരണം ചെയ്യുവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് സാധിക്കും എന്ന്. തികച്ചും ഈ ഭവസാഗരം തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക്, നമ്മളെ പോലെയുള്ള പതിതാത്മാക്കൾക്ക് എല്ലാവർക്കും ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന ഏറ്റവും കാരുണ്യവാനായ ഭഗവത് അവതാരത്തിന്റെ ആ കാരുണ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഭവസാഗരം തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഏറ്റവും വലിയ നീന്തൽക്കാരന്മാർ പോലും, അല്ലെങ്കിൽ ഏറ്റവും നന്നായി നീന്താൻ അറിയാവുന്ന ജലത്തിലുള്ള ജീവികൾ പോലും ഒരു സമുദ്രത്തെ തരണം ചെയ്യാൻ തുനിയാറില്ല. അപ്പോൾ അതാണ് ആ ഒരു ശ്ലോകത്തിന്റെ പൊരുളിലൂടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തതായിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പഞ്ചതത്വങ്ങൾക്ക് തൻ്റെ പ്രണാമം സമർപ്പിക്കുകയാണ്.
ഗൗരചന്ദ്ര ഭഗവാൻ, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യൻ, ശ്രീവാസ് ഠാക്കൂർ ആദിയായിട്ടുള്ള ഭക്തന്മാരെ എല്ലാവരെയും ഞാൻ അവരുടെ പാദപത്മങ്ങളെ ഞാൻ സ്മരിക്കുകയാണ്. അവരുടെ പാദപത്മ സ്മരണയിലൂടെ മാത്രമേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അടുത്തതായിട്ട് അദ്ദേഹം 6 ഗോസ്വാമിമാരെ അദ്ദേഹം സ്മരിക്കുകയാണ്. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ, ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവ്യമായിട്ടുള്ള രചനകൾ രചിക്കണം എന്നുണ്ടെങ്കിൽ ഒരുവൻ തീർച്ചയായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും വൈഷ്ണവന്മാരുടെയും സേവകനായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്, ഞാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തന്മാരുടെയും പാദങ്ങളെ സ്മരിക്കുകയാണ്. അതിലൂടെ മാത്രമേ, അങ്ങനെയുള്ള സ്മരണയിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദിവ്യമായിട്ടുള്ള ഒരു കാവ്യം അല്ലെങ്കിൽ ദിവ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം രചിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെയും ഭഗവാന്റെ മഹത് ഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ശ്രീല പ്രഭുപാദർ ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, എത്രയോ അഭക്തന്മാർ അവർ നല്ല ചിത്രരചനക്കാരായിരിക്കും. അവർ ശ്രീ രാധാകൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. പക്ഷേ അവർ അഭക്തന്മാരായതുകൊണ്ട് അവർ വരയ്ക്കുന്ന അല്ലെങ്കിൽ അവർ ചിത്രീകരിക്കുന്ന രാധയെയും കൃഷ്ണനെയും വളരെ ആഭാസപൂർണമായിട്ട് അവർ ചിത്രീകരിക്കുകയും, അങ്ങനെയുള്ള അവർ വരയ്ക്കുന്ന അങ്ങനത്തെ ഒരു ശ്രീമതി രാധാറാണിയുടെയും ശ്രീകൃഷ്ണന്റെയും ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഭക്തി ഉണ്ടാകില്ല, കാമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ വളരെ ജാഗരൂകരായിരിക്കണം. എല്ലായ്പ്പോഴും നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും മഹത് ഭക്തന്മാരുടെയും സേവകനാണ് എന്ന ഭാവത്തോടു കൂടി മാത്രമേ എന്ത് ദിവ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്യമിച്ചിറങ്ങുകയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങണം. അതായത് നമ്മളാരും വലിയ കാവ്യം രചിക്കുവാനോ അല്ലെങ്കിൽ ഗ്രന്ഥം രചിക്കുവാനോ ഉള്ള കഴിവുള്ളവരായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, എനിക്ക് അത്തരത്തിലുള്ള കഴിവുകളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ഉദ്യമങ്ങൾക്കൊന്നും മുതിരാൻ പോകുന്നില്ലല്ലോ എന്നായിരിക്കും നമ്മളിൽ പലരും ചിന്തിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഡേഞ്ചർ ഇല്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഒരു ഭക്തിയുത സേവനവുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഏതൊരു ഉദ്യമത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ദാസ്യവേല എടുക്കുന്ന ഒരുവനാണ്. എൻ്റെ ഗുരുവിൻ്റെ ദാസനായി എൻ്റെ ഗുരുവിനെ, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സേവനത്തിൽ ഒരു എളിയ സഹായകനായിട്ട് നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് വേണം നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള എന്തൊരു കാര്യത്തിനും ഇറങ്ങുവാനായിട്ട്. കാരണം എങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ശ്രീല പ്രഭുപാദർ പറയുന്നത് പോലെ ഭക്തിയില്ലാത്തവർ വരയ്ക്കുന്ന രാധയുടെയും കൃഷ്ണന്റെയും ചിത്രം പോലെയാണ്. അപ്പോൾ അത് നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിൽ കാണേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, ഏ സബ പ്രസാദേ ലിഖി ചൈതന്യ ലീല ഗുണ ജാനിവാ ന ജാനി കരി അപാന ശോധന. അതായത് അദ്ദേഹം പറയുകയാണ്, ഈ വൈഷ്ണവന്മാരുടെ എല്ലാം കൃപ കൊണ്ടിട്ട് ഏ സബ പ്രസാദേ ലിഖി ചൈതന്യ ലീല ഗുണ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുണലീലകളെല്ലാം ഈ പറയുന്ന ഭക്തന്മാരുടെ പ്രസാദം കൊണ്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. ജാനിവാ നാ ജാനി, എനിക്കറിയാമോ എനിക്കറിയില്ലയോ എന്നുള്ളത് ഇവിടെ വിഷയമല്ല. ഞാൻ എഴുതുന്നത് കരി ആപാന ശോധന, അതായത് എൻ്റെ സ്വന്തം ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ശ്രീമദ് ഭാഗവതം വായിക്കുന്നതും പഠിക്കുന്നതും, ഭഗവത്ഗീത വായിക്കുന്നതും പഠിക്കുന്നതും
ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതും ഇത് മറ്റുള്ളവർക്ക് നമ്മൾ പങ്കുവയ്ക്കുമ്പോഴും എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യമായിട്ട് ഇത് എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാനിപ്പോൾ ശ്രീ ചൈതന്യ ചരിതാമൃതം ഇവിടെ ഇരുന്ന് വായിക്കുന്നു, അത് കുറച്ച് പേർ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇത് എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ വായിക്കുന്ന ഞാൻ പരിശുദ്ധനാണ്, കേൾക്കുന്നവരെല്ലാവരും പതിതാത്മാക്കളാണ്, ഈ കേൾവിക്കാരെല്ലാം ഞാൻ അങ്ങ് ഉദ്ധരിച്ചു കളയും എന്നുള്ള അഹങ്കാരത്തോടുകൂടി നമ്മളിത് വായിക്കുകയാണെങ്കിൽ വായിക്കുന്ന ആൾക്കോ കേൾക്കുന്ന ആൾക്കോ ഗുണമില്ലാതായി പോകും. എന്തുകൊണ്ടാണ്? അവിടെ വിനമ്രതയില്ല. അവിടെ ഞാൻ ചിന്തിക്കുന്നു ഞാനാണ് കേമൻ എന്ന്, അല്ലേ? ഒരു 3-4 അധ്യായം ചൈതന്യ ചരിതാമൃതം വായിച്ച് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്ക് വേണമെങ്കിൽ 2-3 സജഷൻ അങ്ങോട്ട് കൊടുക്കാമായിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ. ഇങ്ങനെയാണ് വിഡ്ഢികൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ വിചാരിച്ചു കൊള്ളണം, ഇത് എൻ്റെ ശുദ്ധീകരണത്തിനാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. ആ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയിൽ നിന്നും പഠിക്കുന്നത്. അതായത് ജാനിവാന ജാനി കരി അപാന ശോധന. എനിക്കറിയാമോ എനിക്കറിയില്ലയോ എന്നുള്ളത് ഇവിടെ വിഷയമല്ല. ഇത് എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ രചിക്കുന്നു. ഇത് എങ്ങനെയാണ് എനിക്കിത് രചിക്കാൻ കഴിയുന്നത്? ഏസഭ പ്രസാദേ ലിഖി. ഈ പറയുന്ന ഭക്തന്മാരുടെ എല്ലാം കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിത് എഴുതാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഇതിനെ കാണുവാനായിട്ട്. അതിലൂടെ എന്തെങ്കിലും പ്രശസ്തി കിട്ടുകയാണെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമായില്ലെങ്കിൽ വഴിയെ കിട്ടുന്ന ഒന്ന് മാത്രമായിട്ടേ അതിനെ കണക്കാക്കാൻ പാടുള്ളൂ. കാരണം കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ അംഗമായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും, ഇതിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും എല്ലാവരും ശ്രീല പ്രഭുപാദരുടെ ഈ പറയുന്ന ആത്മീയ ഗ്രന്ഥങ്ങളാകുന്ന അമൃതിന് വേണ്ടിയിട്ട് ഭിക്ഷ യാചിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ എല്ലാവരും തുല്യമായിട്ട് പതിതരായിരിക്കുന്ന ഭിക്ഷക്കാരാണ്. അതുകൊണ്ട് ഇതിനെ കുറച്ച് കൂടുതൽ പറയാൻ കഴിയുന്നു, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വിവരിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും കേമന്മാരാകുന്നില്ല. എല്ലാവരും പ്രഭുപാദർ നമ്മുടെ ഭിക്ഷാപാത്രത്തിൽ ഇട്ട് തന്നിരിക്കുന്നതിനെ കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ആ ഭിക്ഷുവാണ് ഞാൻ എന്ന ചിന്ത മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതെല്ലാം നമുക്ക് പ്രതികൂലമായിട്ട് വന്ന് ഭവിക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഏതൊരുവൻ ഇതിനെ ഈ പറയുന്ന വിനമ്രതയോട് കൂടിയിട്ട് സ്വീകരിക്കുന്നു, ഇത് എനിക്ക് പ്രഭുപാദരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടി ഒരുവൻ ചെയ്യുന്നുവോ, അവന് സ്വാഭാവികമായിട്ടും ജനപ്രീതി ഉണ്ടാകും. അവന് സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ അവനെ ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണ്? അവൻ എല്ലായ്പ്പോഴും ഗുരുവിലും ഗൗരംഗനിലും ആശ്രയം പ്രാപിച്ചിരിക്കുന്നവനായിരിക്കുന്നു. ശ്രീല പ്രഭുപാദരും ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ശ്രീല പ്രഭുപാദരെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളെ ആരെങ്കിലും പ്രകീർത്തിക്കുമ്പോൾ അദ്ദേഹം എല്ലായ്പ്പോഴും പറയുന്ന ഏക കാര്യം, എൻ്റെ ഗുരു മഹാരാജ് ഒരു മഹാനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹത്തിനാൽ നിയോഗിക്കപ്പെട്ടത് കൊണ്ടാണ് എനിക്കിതെല്ലാം എഴുതാൻ കഴിഞ്ഞത് എന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. പ്രഭുപാദർ ഇത്രയുമെല്ലാം എഴുതി വച്ചിരിക്കുന്നതിന് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇല്ലാതെ ഇത് നമ്മുടെ ആരുടെയും കേമത്തരമേ അല്ല. അടുത്തതായിട്ട് ആ ചൈതന്യ വൃക്ഷത്തെ കുറിച്ചിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, മാലാകാര സ്വയം കൃഷ്ണ പ്രേമാമര തരു സ്വയം ദാതാ ഭോക്ത തത്ഫലാനാം യസ്തം ചൈതന്യമാശ്രയേ. കൃഷ്ണ പ്രേമാമര തരു, അതായത് ദിവ്യമായ കൃഷ്ണപ്രേമത്തിന്റെ തരു വൃക്ഷം. മാലാകാര, അതിൻ്റെ തോട്ടക്കാരൻ. ദാതാ ഭോക്ത തത്ഫലാനാം, അതായത് അതിൻ്റെ ദാതാവ്, അതിൻ്റെ ഫലം തരുന്നതും ഭോക്താവ്, ആ ഫലം ആദ്യം രുചിക്കുന്നതും ആരാണ്? യസ്തം ചൈതന്യമാശ്രയേ. അപ്പോൾ ഒരേ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെയാണ് ആ കൃഷ്ണപ്രേമത്തിന്റെ വൃക്ഷമായി നിലകൊള്ളുന്നത്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ തോട്ടക്കാരനായി നിൽക്കുന്നത്.
അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഫലങ്ങൾ പറിച്ച് ആസ്വദിക്കുന്നതും അദ്ദേഹം തന്നെയാണ് ആ ഫലങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നു, ചൈതന്യ മഹാപ്രഭു ചിന്തിക്കുകയാണത്രേ, എൻ്റെ പേര് വിശ്വംഭര എന്നാണ്. അതായത് ഈ വിശ്വത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന വ്യക്തി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ മഹാപ്രഭു ചിന്തിച്ചു അത്രേ, ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രേമം നിറയ്ക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ വിശ്വംഭര എന്ന എൻ്റെ പേര് അന്വർത്ഥമാവുകയുള്ളൂ. അങ്ങനെ ആ ഒരു ചിന്തയോടു കൂടിയാണത്രേ ശ്രീ ചൈതന്യ മഹാപ്രഭു മാലാകാര, അതായത് ആ തോട്ടക്കാരൻ്റെ ഭൂമിക അദ്ദേഹം ഏറ്റെടുത്തിട്ട് അദ്ദേഹം നവദ്വീപിൽ ആദ്യമായിട്ട് ആ കൃഷ്ണപ്രേമത്തിൻ്റെ ഒരു പൂന്തോട്ടം അവിടെ അദ്ദേഹം ഉണ്ടാക്കി. ആദ്യമായിട്ട് അവിടെ അദ്ദേഹം ഭക്തി കൽപ്പതരുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ വിത്ത് അദ്ദേഹം തന്നെ പാകി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇച്ഛയാകുന്ന ജലം അതിൽ തളിച്ചു. ഇങ്ങനെയാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വളരെ സുന്ദരമായ വർണ്ണനയാണ് 2 ശ്ലോകങ്ങളിലൂടെ. അതായത് ചൈതന്യ മഹാപ്രഭു തന്നെ തോട്ടക്കാരനായിട്ടുള്ള ആ ഭൂമിക സ്വയം ഏറ്റെടുക്കുന്നു. അദ്ദേഹം എന്നിട്ട് ഒരു തോട്ടം നവദ്വീപത്തിൽ ഉണ്ടാക്കുന്നു. ആ തോട്ടത്തിലേക്ക് അദ്ദേഹം തന്നെ ദിവ്യ കൃഷ്ണപ്രേമമാകുന്ന ആ വൃക്ഷത്തിന്റെ വിത്ത് അദ്ദേഹം തന്നെ പാകി. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഇച്ഛയാകുന്ന ജലം കൊണ്ട് അതിന് ജലസേചനം നടത്തി. അങ്ങനെയാണ് ആ വൃക്ഷം വളർന്നു തുടങ്ങുന്നത്. അടുത്തതായി അദ്ദേഹം പറയുന്നത്, എവിടെ നിന്നാണ് ഈ വൃക്ഷം പ്രത്യക്ഷമായി തുടങ്ങുന്നത് എന്ന്. അപ്പോൾ 10ാമത്തെ ശ്ലോകത്തിൽ, 9ാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ ശ്ലോകത്തിലാണ് അദ്ദേഹം പറയുന്നത്, ജയശ്രീ മാധവേന്ദ്രപുരി കൃഷ്ണപ്രേമപൂര ഭക്തി കൽപ്പതരൂര തേൻഹോ പ്രഥമ അങ്കുര. അപ്പോൾ ആ ഭക്തി കൽപ്പതരുവിൻ്റെ ആദ്യത്തെ അങ്കുരം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് പൊടിച്ചു വന്നത് ആരിലാണ്? മാധവേന്ദ്രപുരിയിലാണ്. കൃഷ്ണപ്രേമം ആദ്യമായിട്ട് പൊടിച്ചു വന്നത് മാധവേന്ദ്രപുരിയിലാണ്. മധ്വാചാര്യരുടെ ഗുരുശിഷ്യ പരമ്പരയിൽ ആദ്യമായിട്ട് കൃഷ്ണപ്രേമം പ്രകടിപ്പിച്ചത് മാധവേന്ദ്രപുരിയാണ്. മാധവേന്ദ്രപുരി വരെയുള്ള മധ്വാചാര്യരുടെ പരമ്പര എടുത്തു കഴിഞ്ഞാൽ ആ പരമ്പരയിൽ പ്രേമഭക്തി ഇല്ലായിരുന്നു. മാധവേന്ദ്രപുരിയിലാണ് ആദ്യമായിട്ട് ഇത് പ്രകടമായത്. അതിനുശേഷം അടുത്തതായിട്ട് മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായ ശ്രീ ഈശ്വരപുരി, അദ്ദേഹത്തിനാണ് അടുത്തതായിട്ട് ആ വിത്ത് പൊട്ടിമുളച്ചത്. അതിനുശേഷമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു വരുന്നത്. അതിനുശേഷം മാലാകാരി, അതായത് മാലാകാര പൂന്തോട്ടക്കാരനായ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെ ആ വൃക്ഷത്തിൻ്റെ പ്രധാന തായ്തടി എന്ന് നമ്മൾ പറയുന്ന, മലയാളത്തിൽ പറയുന്ന ആ വൃക്ഷത്തിൻ്റെ പ്രധാന തടിയായി ശ്രീ ചൈതന്യ മഹാപ്രഭു നിൽക്കുകയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീ ഈശ്വരപുരിയെയാണ് തൻ്റെ ആധ്യാത്മിക ഗുരുനാഥനായിട്ട് സ്വീകരിച്ചത്. ഈശ്വരപുരി മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായിരുന്നു എന്ന് മാത്രമല്ല, മാധവേന്ദ്രപുരിയുടെ അവസാന കാലത്ത് മാധവേന്ദ്രപുരിക്ക് വളരെ ശാരീരികമായ വിവശതയുണ്ടായിരുന്നപ്പോൾ മാധവേന്ദ്രപുരിയെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പരിചരിച്ച് ഈശ്വരപുരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഒരു ശിഷ്യനായിരുന്നു. അപ്പോൾ അപ്രകാരം ഒരു ഗുരുവിൽ നിന്നും ഏറ്റവും അധികം കാരുണ്യം നേടിയെടുത്ത ശിഷ്യൻ എന്ന നിലയിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈശ്വരപുരിയെ തൻ്റെ ആധ്യാത്മിക ഗുരുനാഥനായി സ്വീകരിച്ചത്. ഇതിനെക്കുറിച്ചിട്ട് ചൈതന്യ ഭാഗവതത്തിലാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീല പ്രഭുപാദം ആ ഭാവാർത്ഥത്തിൽ ചൈതന്യ ഭാഗവതത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എപ്രകാരം ഈശ്വരപുരിയെ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു നിമായി പണ്ഡിതൻ എന്നറിയപ്പെടുകയും ആരെ കണ്ടാലും ഉടൻ തന്നെ വേദാന്തവും ന്യായവും പറഞ്ഞ് അവരെ തോൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. ഈശ്വരപുരിയെ കാണുന്നത് വരെ നവദ്വീപിൽ ശ്രീവാസ പണ്ഡിതനും മറ്റുള്ള ഭക്തന്മാരും ചൈതന്യ മഹാപ്രഭുവിനെ ദൂരെ കണ്ടാൽ തന്നെ ഓടി മാറുമായിരുന്നു അത്ര. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കറിയാം, ഈ നിമായി പണ്ഡിതനെ കണ്ടാൽ ഇദ്ദേഹം കളിയാക്കും,
ഇവരെല്ലാവരെയും കളിയാക്കും. നിങ്ങൾ ഭക്തന്മാരല്ലേ, ഇതിനുത്തരം പറയൂ, അതിനുത്തരം പറയൂ എന്ന് പറഞ്ഞ് തർക്കിച്ച് ഇവരെല്ലാം തോൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാം ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഓടി മാറുമായിരുന്നു. പക്ഷേ ഒരിക്കൽ ഈശ്വരപുരി അദ്വൈതാചാര്യനെ കാണുവാൻ വേണ്ടിയിട്ട് നവദ്വീപിൽ വന്നപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ഈശ്വരപുരിയെ കാണാനിടയായതും പിൽക്കാലത്ത് ഈശ്വരപുരിയെ ചൈതന്യ മഹാപ്രഭു തൻ്റെ ഗുരുവായി സ്വീകരിച്ചതും. തൻ്റെ അവ്യയമായ ശക്തി കൊണ്ടിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു ആ വൃക്ഷത്തിൻ്റെ പൂന്തോട്ടക്കാവൽക്കാരനായി മാറുന്നു. എന്നിട്ട് അതിൽ നിന്നുമുള്ള ശാഖകൾ പൊടിക്കുന്നത് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, 9 സന്യാസിമാരാണ് പ്രധാനമായിട്ടും ഈ മരത്തിൻ്റെ വേരുകളായിട്ട് നിലകൊണ്ടിട്ടുള്ളത്. അതിൽ പ്രധാനിയായിട്ട്, അതായത് തായ് വേര് എന്ന് പറയുന്നത് ശ്രീ പരമാനന്ദപുരി എന്ന് പറയുന്ന മാധവേന്ദ്രപുരിയുടെ മറ്റൊരു ശിഷ്യനാണ്. അപ്പോൾ പരമാനന്ദപുരിയെ കുറിച്ചിട്ടും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് വളരെ വലിയ മതിപ്പുണ്ടായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചപ്പോൾ ദണ്ഡം കൊടുത്തത് പരമാനന്ദപുരിയാണ് എന്ന് പിന്നീട് ചൈതന്യ ചരിതാമൃതത്തിൽ വരുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് അത് പഠിക്കുന്നതായിരിക്കും. മറ്റ് 8 സന്യാസിമാർ കേശവഭാരതി, ബ്രഹ്മാനന്ദപുരി, ബ്രഹ്മാനന്ദ ഭാരതി, വിഷ്ണുപുരി, കേശവപുരി, കൃഷ്ണാനന്ദപുരി, നരസിംഹതീർത്ഥ, സുഖാനന്ദപുരി എന്നിവരായിരുന്നു. ഇവരെല്ലാവരും ആ വൃക്ഷത്തിൻ്റെ വേരുകളായി നിലകൊണ്ടു. അപ്പോൾ ഇവരുടെ ശക്തിയിലാണ് ആ വൃക്ഷം നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിനുശേഷം ഈ വൃക്ഷത്തിൻ്റെ ശാഖകൾ എപ്രകാരമാണ് വന്നത് എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. അതായത് അതിൽ നിന്നും പ്രധാനമായിട്ട് ചില ശാഖകൾ ഉണ്ടായി. അതിനുശേഷം ആ ശാഖകളിൽ നിന്നും കുറെ ഉപശാഖകൾ ഉണ്ടായി. അപ്രകാരം ഈ ഭക്തിവൃക്ഷത്തിൻ്റെ ശാഖകൾ കൊണ്ടിട്ട് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു എന്നാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്. അതായത് ഓരോ ശാഖയിൽ നിന്നും 100 കണക്കിന് ഉപശാഖകൾ ഉണ്ടായി. ആ ശാഖകളിൽ നിന്നും 100 കണക്കിന് ഓരോന്നിൽ നിന്നും ഉപശാഖകൾ ഉണ്ടായി. അപ്പോൾ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഈ ചൈതന്യ വൃക്ഷത്തിൻ്റെ ഒരു ശാഖയാണ് നമ്മുടെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള, അതായത് ആ പ്രധാന തടിയിൽ നിന്നും വന്നിട്ടുള്ള 2 ശാഖകൾ എന്ന് പറയുന്നത്, അതായത് വൃക്ഷം ഇങ്ങനെ വളർന്നു പൊങ്ങി അതിനുശേഷം അത് 2 ശാഖയായി എന്നാണ് പറയുന്നത്. ആ 2 ശാഖകളിൽ ഒന്ന് അദ്വൈത പ്രഭുവും മറ്റൊന്ന് നിത്യാനന്ദ പ്രഭുവുമാണ്. ഇവരിൽ നിന്നാണ് ഇവരുടെ ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും ഉപശിഷ്യഗണങ്ങളും ആണ് ഈ ലോകം മുഴുവനും ഇങ്ങനെ പടർന്ന് പന്തലിച്ചത് എന്ന് പറയുന്നു. അതിനുശേഷം ഈ ഭക്തിവൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ചിട്ട്, പഴത്തിനെ കുറിച്ചിട്ട് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. എപ്രകാരം ഒരു അത്തിമരം എത്ര വലുതായിട്ട് വളർന്നാലും, അത്തിമരം കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ എല്ലായിടത്തും കാച്ച് പഴങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു മാവിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില്ലകളുടെ ഏറ്റവും അറ്റത്തിലാണ് വന്നിട്ട് മാവ് കായ്ക്കുന്നതും പഴുക്കുന്നതും. പക്ഷെ നിങ്ങൾ അത്തിമരം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ അതിൻ്റെ തായ്തടിയിലാണെങ്കിലും അതിൻ്റെ ഈ പറയുന്ന ശാഖകളിലാണെങ്കിൽ എല്ലായിടത്തെയും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ധാരാളം പഴങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, അതിൻ്റെ എല്ലായിടത്തും പഴങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നതെന്ന് ചോദിച്ചാൽ, അത് ദിവ്യമായ ഒരു വൃക്ഷമായതിനാൽ അതിൽ നിന്നും ഉണ്ടാകുന്നതെല്ലാം ഭക്തിയുടെ പഴങ്ങളാണ്. അതായത് അതിൽ നിന്നും വരുന്നതെല്ലാം തന്നെ ഭക്തിയിലേക്ക് നയിക്കുന്നതാണ്. ശ്രീല പ്രഭുപാദർ പറയുന്നു, എപ്രകാരം നവവിധ ഭക്തി എന്ന് പറയുന്ന 9 വിധത്തിലുള്ള ഭക്തി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഏത് വിധത്തിലുള്ള ഭക്തിയെ ഒരുവൻ തൻ്റെ ഭാവം കൊണ്ടിട്ട് സ്വീകരിക്കുന്നുവോ അതിൻ്റെ ആ ഭക്തിയുത സേവനത്തിൻ്റെ അന്ത്യത്തിൽ എന്താണ് ലഭിക്കുന്നത്? ശുദ്ധഭക്തി, പരിശുദ്ധമായിട്ടുള്ള ഭക്തിയാണ് ഒരുവന് ലഭിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ശാഖകളിലും
ഭക്തിയുടെ ഫലങ്ങൾ ഉണ്ടാവുകയാണ്. അത് എല്ലാവർക്കും സ്വീകരിക്കുമാറാകുന്നു. ഇവിടെ എല്ലാം ദിവ്യമാണ്. ഇതിനെ അതുകൊണ്ടാണ് ഭക്തി കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന എല്ലാ ഫലങ്ങൾക്കും ഭക്തി നൽകാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതാണ് ഭക്തിവൃക്ഷത്തിൻ്റെ ഫലങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് ഈ മരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള മരം എന്നിരിക്കെ അതിൽ നിന്നും വന്നിട്ടുള്ള പഴങ്ങളുടെ രുചി എന്ന് പറയുന്നത് അമൃതിനേക്കാൾ എത്രയോ മുകളിലാണ്. അതായത് സാക്ഷാൽ അമൃതം പോലും ഈ പഴത്തിൻ്റെ മാധുര്യത്തിൻ്റെ മുന്നിൽ ഒന്നുമേ അല്ല. അടുത്തതായിട്ട് പറയുന്നത് ഈ പഴത്തിൻ്റെ മൂല്യത്തെ കുറിച്ചിട്ടാണ്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, മൂവുലകിലുമുള്ള എല്ലാ സമ്പത്തും ചേർത്തെടുത്താലും അതിലുള്ള ഈ ഭക്തിവൃക്ഷത്തിലുള്ള ഒരു പഴത്തിന് പോലും തുല്യമാവുകയില്ല. അതായത് 3 ലോകങ്ങളിലുമുള്ള എല്ലാ സമ്പത്തുകളെയും ചേർത്തെടുത്ത് ത്ലാസിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങേ ഭാഗത്ത് ഈ ഭക്തിവൃക്ഷത്തിൽ നിന്നും ഒരു പഴമെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഭക്തിവൃക്ഷത്തിൽ നിന്നുള്ള പഴത്തിന്റെ ഭാഗത്ത് ഭാരം കൂടുതലായി കാണപ്പെടും. എന്ന് വച്ചാൽ ഭക്തിവൃക്ഷത്തിൽ നിന്നും ലഭിക്കുന്ന പരിശുദ്ധ ഭക്തിയാകുന്ന ഫലം എന്ന് പറയുന്നതിന് തുല്യമായിട്ട് ഈ 3 ലോകങ്ങളിലും ഒന്നും തന്നെ ഇല്ല. അടുത്തതായിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, ഇത്രയും അമൂല്യമായ ഈ പഴം ഇതിനെ ശ്രീ ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് വിതരണം ചെയ്തത്? മാഗേവാന മാഗേ കേഹ പാത്ര വ അപാത്ര ഇഹാര വിചാരേ നഹി ജാനെ ദേയമാത്ര. ചൈതന്യ മഹാപ്രഭു പഴങ്ങൾ വിതരണം ചെയ്തത് അതിന് ഒരു പൈസയും ഒരു വിലയും അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. അതായത് ഒരു വിലയും വാങ്ങാതെയാണ് ചൈതന്യ മഹാപ്രഭു സൗജന്യമായിട്ട് ഈ പഴങ്ങൾ വിതരണം ചെയ്യുന്നത്. മാത്രമല്ല ആരാവശ്യപ്പെട്ടു ആരാവശ്യപ്പെട്ടില്ല എന്നും നോക്കിയില്ല. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ആവശ്യപ്പെടാത്തവർക്കും കൊടുത്തു. അടുത്തതായിട്ട് ഇഹാര വിചാര നഹി ജാനെ പാത്ര വ അപാത്ര. അതായത് ഇവൻ ഈ പഴം സ്വീകരിക്കാൻ യോഗ്യനാണോ അല്ലയോ എന്നും മഹാപ്രഭു നോക്കിയില്ല. എന്നിട്ട് കൈകൾ നിറയെടുത്ത് എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ദിക്കുകളിലുമുള്ള എല്ലാ പേർക്കും അദ്ദേഹം തൻ്റെ കൈകൾ കൊണ്ട് ഈ പഴം വിതരണം ചെയ്യുകയാണ്. എന്നിട്ട് ദരിദ്രരും വിശന്നു വലഞ്ഞവരുമായ മനുഷ്യരെല്ലാവരും ഈ ഫലം സ്വീകരിച്ച് ഇതിനെ നുണഞ്ഞ് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു വളരെയധികം ആനന്ദത്തോടു കൂടിയിട്ട് പുഞ്ചിരിച്ചു. അദ്ദേഹം മന്ദഹസിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ദരിദ്രൻ എന്ന് പറയുന്നത് ആരെയാണ്? ഭക്തി ഒട്ടുമില്ലാത്ത, അതായത് ഭക്തിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, വിശക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഭക്തിക്ക് വേണ്ടി വിശക്കുന്നവർ. അപ്പോൾ ഭക്തിയില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ഭക്തിക്കായി വിശക്കുന്നവർ, ഇവർക്കെല്ലാവർക്കും ഭക്തിലതയിൽ നിന്നുമുള്ള ഈ ഫലം നൽകിക്കൊണ്ട് അവരെല്ലാം അത് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മുഖത്ത് ഒരു മന്ദഹാസമുണ്ടായി. മാത്രമല്ല ഇത് യാതൊരു വിലയും ചോദിക്കാതെ ഇത് നൽകുന്നു, മാത്രമല്ല ചോദിക്കാത്തവർക്കും ഇത് നൽകുന്നു എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് എന്താണ്? നമ്മളാരും ഇത് ചോദിച്ച് കൃഷ്ണാവബോധത്തിൽ വന്നവരല്ല. നമ്മളാരും ഇതിന് യോഗ്യരായിട്ട് കൃഷ്ണാവബോധത്തിൽ വന്നവരല്ല. അപ്പോൾ ഈ പറയുന്ന തത്വം നമ്മൾക്കെല്ലാവർക്കും തുല്യമായി ബാധകമായിട്ടുള്ള ഒന്നാണ്, അല്ലേ? നമ്മൾ ആരും ഇതിലോട് ചോദിച്ചു വന്നാൽ ആരെങ്കിലുമൊക്കെ നമ്മളെ പിടിച്ച് വലിച്ച് ഇതിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട്, നമ്മൾ ആദ്യമെല്ലാം എങ്ങനെയെല്ലാമോ കുതറി മാറാൻ ശ്രമിച്ചിട്ടും ആരൊക്കെയോ നമ്മളെ പിടിച്ച് വലിച്ച് ഇതിനകത്തിട്ട് നമ്മൾ ചോദിക്കാതെ, ഇനി പിടിച്ചകത്തിട്ടതിന് ശേഷം ഇവനിതിന് യോഗ്യതയുണ്ടോ ഇല്ലയോ ഇതൊന്നും നോക്കാതെ എങ്ങനെയെല്ലാമോ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വായിൽ കുത്തിത്തിരികി തരാൻ നോക്കുകയാണ് ശീല പ്രഭുപാദർ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ കൃഷ്ണാവബോധം എന്ന് പറയുന്ന
ഏറ്റവും അമൂല്യമായ, 3 ലോകങ്ങളിലും പങ്കുവയ്ക്കാൻ കഴിയാത്ത അമൂല്യമായ ഈ ഒരു നിധി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അപ്പോൾ കൃഷ്ണന്റെ ദിവ്യപ്രേമമാകുന്ന ഈ വൃക്ഷത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടെ നമുക്കത് മനസ്സിലാക്കാം. ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് ഇതിൻ്റെ പ്രധാനിയായിട്ടുള്ള പൂന്തോട്ടക്കാരൻ. അദ്ദേഹമാണ് നവദ്വീപിൽ ഭക്തി കൽപ്പത്തരുവിൻ്റെ വിത്ത് വിതച്ചത്. അതിൻ്റെ പ്രധാന സ്കന്ധം എന്ന് പറയുന്ന ആ തായ്തടി അദ്ദേഹമാണ്. അതിൻ്റെ ശാഖകളും അദ്ദേഹം തന്നെയാണ്. ഭഗവാന്റെ ഇച്ഛയാകുന്ന ജലമാണ് അതിന് ജലസേചനം ചെയ്തത്. അതിലെ പ്രഥമ അങ്കുരം എന്ന് പറയുന്നത് മാധവേന്ദ്രപുരിയാണ്. അതിനുശേഷം ആ വിത്ത് പൊട്ടിമുളച്ച് തഴച്ചത് ഈശ്വരപുരിയിലാണ്. ശ്രീ പരമാനന്ദപുരിയാണ് ഇതിൻ്റെ തായ് വേര്. 8 ദിക്കുകളിലേക്കുള്ള 8 വേരുകൾ എന്ന് പറയുന്നത് കേശവഭാരതി ആദിയായിട്ടുള്ള 8 സന്യാസിമാരാണ്. പിന്നീട് ഇതിൽ നിന്നും ഓരോ ശാഖകൾ ഉണ്ടായി. ആ ശാഖകളെല്ലാം ഓരോരോ സമൂഹങ്ങളായിട്ട് വളർന്നു. അതിൽ നിന്നും ഉപശാഖകൾ ഉണ്ടായി. ആ തായ്തടി 2ആയിട്ട് തിരിഞ്ഞ് 2 പ്രധാന ശാഖകളായത് ശ്രീ അദ്വൈത പ്രഭു, ശ്രീ നിത്യാനന്ദ പ്രഭു എന്നുള്ളവരാണ്. പിന്നീട് അവരുടെ ശിഷ്യന്മാരും അവരുടെ ഉപശിഷ്യന്മാരും എല്ലാവരും ചേർന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും ഭക്തിയുടെ ഈ വൃക്ഷം എന്ന് പറയുന്നത് പടർന്ന് പന്തലിച്ചത്. അതിനുശേഷം ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ വളർന്നു നിൽക്കുന്ന ഈ ശാഖകളെയും ഉപശാഖകളെയും എല്ലാം അതിനെക്കുറിച്ചിട്ട് പറയുകയാണ്. ഈ വൃക്ഷം എന്ന് പറയുന്നത് ഒരു അലൗകിക വൃക്ഷമാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലുള്ള ഒരു വൃക്ഷത്തിന്റെ സ്വഭാവമല്ല ഭക്തി വൃക്ഷത്തിന്റെ. ഇതെന്തുകൊണ്ടാണ്? ഇത് ദിവ്യമാണ്. ഇത് കാവ്യഭാവനയിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അവതരിപ്പിക്കുന്നതാണ്. ഈ ഭക്തിയുടെ വൃക്ഷം എന്ന് പറയുന്നത് ദിവ്യമാണ്. അതുകൊണ്ട് ആ വൃക്ഷത്തിന്റെ ഏത് ഭാഗത്തും ഒരുപോലെ തന്നെയുള്ള മാധുര്യമാണ്, അല്ലേ? മാത്രമല്ല ഈ വൃക്ഷത്തിന് എവിടെ വേണമെങ്കിലും പടർന്ന് പന്തലിക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾക്കറിയാം, നമ്മൾ വൃക്ഷം എന്ന് വെച്ചാൽ ഒരിടത്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ പ്രായോഗികമായിട്ട് തന്നെ അറിയാം, ഈ വൃക്ഷം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ എല്ലാ ഭാഗത്തിലും ഇത് അറിയാമെന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ വളർച്ച ഇത്രയും വേഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഈ വൃക്ഷം ലോകമെമ്പാടും പടർന്ന് പന്തലിക്കണം എന്നുള്ളത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവുമാണ്. ഈ ഭക്തിയാകുന്ന വൃക്ഷം എന്ന് പറയുന്നത് എല്ലായിടത്തും പടർന്ന് പന്തലിക്കണം എന്നുള്ളത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആഗ്രഹവും നിർദ്ദേശവുമാണ്. അപ്പോൾ അതിനനുസൃതമായിട്ട് വേണം നമ്മളെല്ലാവരും പ്രവർത്തിക്കുവാനായിട്ട്. കാരണം അടുത്ത ശ്ലോകത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഞാൻ മാത്രമാണ് ഇപ്പോൾ ഏക പൂന്തോട്ടക്കാരൻ. എത്ര ഇടത്തേക്ക് എനിക്ക് പോകാൻ കഴിയും? എത്ര പഴങ്ങളാണ് എനിക്ക് വിതരണം ചെയ്യാൻ കഴിയുക? മാത്രമല്ല ഇത്രയും വലിയ വൃക്ഷത്തിൽ നിന്നുമുള്ള ഈ പഴങ്ങളെല്ലാം പറിച്ച് എല്ലായിടത്തും വിതരണം ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. കാരണം എനിക്ക് സംശയമുണ്ട്, ചിലർക്കിത് കിട്ടുന്നുണ്ട്, ചിലർക്കിത് കിട്ടാതെയും പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഭക്തിയുടെ ഫലമെല്ലാം എനിക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അത് വെച്ച് എന്ത് ചെയ്യും? എത്ര പഴങ്ങളാണ് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷിക്കുക? കാരണം ഭക്തികൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു ആകുന്ന അവ്യയനായ പരമപുരുഷനാണ് ആ വൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ഫലം എന്ന് പറയുന്നതും അനന്തമാണ്. അതിന് യാതൊരു വിധത്തിലും അതിന് ഒരു അന്തമില്ല, അല്ലെങ്കിൽ അതിന് ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, എൻ്റെ നിർദ്ദേശമാണ്, എൻ്റെ ആജ്ഞയാണ്, എല്ലാവരും ഇത് എല്ലായിടത്തും ഈ ഭക്തിയുടെ ഫലം നിങ്ങൾ എല്ലായിടത്തും എല്ലാവർക്കും ഇത് വിതരണം ചെയ്യണം. എല്ലാവരും ഈ ഭക്തിയുടെ ഫലം ഭക്ഷിച്ചുകൊണ്ട് അവരെല്ലാവരും
വ്യാധിയിൽ നിന്നും മരണത്തിൽ നിന്നും എന്നേക്കുമായിട്ട് അവർക്കെല്ലാവർക്കും മോചനമുണ്ടാകട്ടെ. അപ്പോഴാണ് എൻ്റെ പുണ്യഖ്യാതി എല്ലായിടത്തും പരക്കുകയും എല്ലാവരും എന്നെ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്ന്. അതുകൊണ്ടാണ് ഭക്തി വിനോദ് ഠാക്കൂർ പാടിയിട്ടുള്ളത്, ഏനേച്ചി ഔഷധിമായ നസിബാര ലാഗി ഹരിനാമ മഹാമന്ത്ര ലാവോ തുമി മാഗി. അതായത് ദേഹാത്മഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ബദ്ധാവസ്ഥ, നമ്മളെല്ലാവരും ദേഹാത്മഭാവം വച്ചു പുലർത്തുന്നതിനാലാണ് നമ്മളെല്ലാവരും ഈ ബദ്ധാവസ്ഥയിൽ പെട്ടിരിക്കുന്നത്. അതിനുള്ള ഏക മരുന്ന് എന്ന് പറയുന്നത് ഹരിനാമ ലാവോ തുമി മാഗി. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇതിനുള്ള മരുന്ന് ഹരിനാമം കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് അത് എല്ലായിടത്തും നമ്മൾ കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്? മഹാപ്രഭുവിൻ്റെ ഖ്യാതി ലോകം അവസാനിക്കുന്നത് വരെ ഉണ്ടായിരിക്കണം. കാരണം അദ്ദേഹമാണ് നമുക്ക് രാധാകൃഷ്ണ പ്രേമഭക്തി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് രൂപഗോസ്വാമി പറയുന്നു, മഹാപ്രഭുവിൻ്റെ ഖ്യാതി എല്ലായിടത്തും പരത്തുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് യഥാർത്ഥത്തിൽ അമരത്വം നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭക്തന്മാർ, കുറച്ച് ഭക്തന്മാരെങ്കിലും ഇത് ജപിക്കുകയാണെങ്കിൽ, അവരത് ഉച്ചത്തിൽ കൂടെ ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് കേൾക്കുന്ന അഭക്തർക്കും മൃഗങ്ങൾക്ക് പോലും ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ ഉച്ചത്തിൽ ഉച്ചരിക്കുന്നതിലൂടെ ചുറ്റും അത് കേൾക്കാൻ കഴിയുന്ന മൃഗങ്ങൾക്ക് പോലും അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. ആകയാൽ രൂപഗോസ്വാമി പറയുകയാണ്, തീർച്ചയായിട്ടും മഹാപ്രഭുവിൻ്റെ ഖ്യാതി എല്ലായിടത്തും പരത്തുവാൻ മഹാപ്രഭുവിൻ്റെ അനുയായികളായിട്ടുള്ള എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് 41-ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, ഭാരതഭൂമിത്തെ ഹൈല മനുഷ്യജന്മയാര ജന്മസാർത്ഥകരി കര പര ഉപകാര. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭാരതഭൂമിത്തെ ഹൈല മനുഷ്യജന്മയാര. ഭാരതഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ള എല്ലാവരും, ഓരോരുത്തരും ജന്മസാർത്ഥകരി, നിങ്ങളുടെ ജന്മം സാർത്ഥകമാക്കണം. എപ്രകാരം? കര പര ഉപകാര, പരോപകാരികളായി വർത്തിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജന്മത്തെ സാർത്ഥകമാക്കണം. കാരണം ഭാരതഭൂമിയെക്കുറിച്ച് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഇത് തീർത്ഥസ്ഥലങ്ങൾ നിറഞ്ഞ ഭൂമിയാണ്. ഗയ, ബനാറസ്, മഥുര, പ്രയാഗ്, വൃന്ദാവനം, ഹരിദ്വാർ, രാമേശ്വരം, ജഗന്നാഥപുരി എന്നിങ്ങനെ തീർത്ഥസ്ഥാനങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഭാരതവർഷം. മാത്രമല്ല, ഭാരതീയർക്ക് എല്ലാവർക്കും സ്വാഭാവികമായ തീർത്ഥസ്ഥലങ്ങളിലെല്ലാം ആടാനുള്ള, തീർത്ഥാടനം നടത്തുവാനുള്ള ഒരു സ്വാഭാവിക പ്രേരണയും കൂടെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ ആരെങ്കിലും വേണം. അപ്പോൾ ഇത് പഠിച്ചെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഉള്ളവർക്ക് ഒരു സഹായമായി വർത്തിക്കണം. കാരണം ഇന്ന് ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്. ഞാൻ ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, പൊതുവെ കലിയുഗത്തിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ 4 വിധത്തിലുള്ള പാപങ്ങൾ കൊണ്ട് അന്ധകാരം വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. മനുഷ്യജന്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ദുർലഭം മാനുഷ്യജന്മം, ദുർലഭം ക്ഷേത്രവാസം, ദുർലഭം സാധുസംഗം, ദുർലഭം ഹരികീർത്തനം. അതായത് മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ്. ആ മനുഷ്യജന്മത്തിൽ ക്ഷേത്രവാസം എന്ന് പറയുന്നത് ദുർലഭമാണ്. ആ മനുഷ്യജന്മത്തിൽ സാധുസംഗം എന്ന് പറയുന്നതും ദുർലഭമാണ്. ആ മനുഷ്യജന്മത്തിൽ ഹരികീർത്തനം എന്ന് പറയുന്നതും വളരെ ദുർലഭമാണ്. പക്ഷെ നമ്മുടെ ദൗത്യം എന്താണ്? ഇതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഇതിന് കൂടുതൽ ശക്തി നൽകുകയാണ്. ഇത് ശ്രീല പ്രഭുപാദരും ഇടയ്ക്കിടെ പറയാറുള്ള ഒരു ശ്ലോകമാണ്. ഏതാവാ ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണേരർത്ഥേർ ധിയാവാച ശ്രേയ ആചരണം സദാ. അതായത് ഏറ്റവും ശ്രേയകരമായിട്ടുള്ള ആചരണം എന്ന് പറയുന്നത് ഏതാവാ ജന്മസാഫല്യം, ജന്മം സഫലീകരിക്കുവാൻ വേണ്ടിയിട്ട്, ദേഹിനാമിഹ ദേഹിഷു, അതായത് ദേഹം സ്വീകരിച്ച് വന്നിട്ടുള്ള എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? പ്രാണേർ അർത്ഥേർ
ധിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി, വാച. അപ്പോൾ നമ്മുടെ പ്രാണൻ കൊണ്ടും നമ്മുടെ അർത്ഥം കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും ശ്രേയ ആചരണം സദാ. അതായത് ശ്രേയസ്കരമായിട്ടുള്ളത് ആചരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ശ്രേയ, പ്രേയ രണ്ട് വാക്കുകൾ സംസ്കൃതത്തിലുണ്ട്. ശ്രേയ എന്ന വാക്ക് ശാശ്വതമായ ഗുണകരമായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കുന്നു. പ്രേയ എന്ന് പറഞ്ഞാൽ ഉടനടി കിട്ടുന്ന ഗുണം. അപ്പോൾ എല്ലാവരും കൂടുതലും പ്രേയ അതിലോട്ടാണ് താല്പര്യം, ഉടനെ കിട്ടുന്ന ലാഭം. പക്ഷെ ശ്രേയ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിലച്ചു നിൽക്കുന്ന ഗുണമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ 10-ാം സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ ശ്ലോകമാണ് ഏതാവാ ജന്മസാഫല്യം എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകം. ശ്രീല പ്രഭുപാദർ അനേകം സ്ഥലങ്ങളിൽ ഇത് ഉദ്ധരിക്കാറുണ്ട്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, ഒരു വൃക്ഷത്തെ പോലെ എല്ലാവരെയും സഹായിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു പൂന്തോട്ടക്കാരനായിട്ടാണ് ഈ സേവനം അനുഷ്ഠിക്കുന്നതെങ്കിലും ഒരു വൃക്ഷത്തെ പോലെ ആകണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം ഒരു വൃക്ഷം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എല്ലാവർക്കും എല്ലാം നൽകുന്നതാണ്. പ്രഭുപാദർ അവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ ചിലർ അതിൻ്റെ ഇലകൾ ഉപയോഗിക്കും, ഒരു വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കും, വൃക്ഷത്തിൻ്റെ തൊണ്ട് ഉപയോഗിക്കും, വൃക്ഷത്തിൻ്റെ തടി ഉപയോഗിക്കും. ഇനി ആരെല്ലാം എന്തെല്ലാം ചെയ്താലും വൃക്ഷം ഒന്നുമേ മിണ്ടാതെ ഇങ്ങനെ നിന്ന് കൊടുക്കും. അപ്പോൾ ഒരു വൃക്ഷത്തെ പോലെ സഹിഷ്ണുതയുള്ളവരാകണം എന്ന ഒരു സൂചനയും മഹാപ്രഭു ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല മഹാപ്രഭു പറയുകയാണ്, ഞാൻ വെറും ഒരു പൂന്തോട്ടക്കാരനാണ്, ഞാൻ അത്ര വലിയവനൊന്നുമല്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ചില ധനികരുണ്ട്. എപ്പോഴെങ്കിലും കുഴപ്പം പിടിച്ച ഒരവസ്ഥ വരുമ്പോൾ, അതായത് എപ്പോഴെങ്കിലും വലിയ മഹാമാരി അല്ലെങ്കിൽ വലിയ മഴ പെയ്തു ആളുകൾക്ക് ഭക്ഷണമില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യാത്ത അവസ്ഥയുണ്ടായപ്പോൾ ആളുകൾക്ക് ഭക്ഷണമില്ല, അപ്പോഴെല്ലാം ഇവർ കുറെ പണം മുടക്കി കുറെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി വിതരണം ചെയ്തിട്ട് ഇവരെന്തോ വലിയ കാര്യം ചെയ്തു എന്ന് ധരിക്കും. പ്രഭുപാദർ പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ധാന്യങ്ങൾ പ്രകൃതിയിലൂടെ നൽകിയില്ലെങ്കിൽ എത്ര പണമുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും വിതരണം ചെയ്യാൻ കഴിയുമോ? പക്ഷേ ഇവിടെ നോക്കൂ, ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, ഞാൻ കേവലം ഒരു പൂന്തോട്ടക്കാരനാണ്, ഞാനല്ലാതെ വലിയ ഒരു ധനികനായ വ്യക്തിയല്ല എന്ന്. എന്നിട്ട് അവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, ഇദ്ദേഹം ഒരു വൃക്ഷത്തെ പോലെ ആകണം എന്ന് പറയുന്നു. എന്നിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി 10-ാം സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ വൃക്ഷങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, 33-ാമത്തെ ശ്ലോകം. അപ്പോൾ അതിനെയും അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അഹോ യേഷാം വരം ജന്മ സർവപ്രാണി ഉപജീവനം സു ജനസ്യേവ യേഷാം വൈ വിമുഖയാന്തി ന അർത്ഥിനഃ. അതായത് ഈ വൃക്ഷങ്ങളെ നോക്കൂ, ഇവ മറ്റുള്ളവരുടെ ഉപജീവനത്തിനായി എന്തെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ നടത്തുന്നു എന്ന് കൃഷ്ണൻ പറയുകയാണ്. ഇത് എപ്പോഴാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഗോപികളുടെ വസ്ത്രവും അപഹരിച്ചുകൊണ്ട് വൃക്ഷത്തിൽ കയറിയിരിക്കുമ്പോഴാണ് കൃഷ്ണൻ വൃക്ഷത്തിന്റെ ഗുണത്തെക്കുറിച്ചിട്ട് ഇപ്രകാരം പറയുന്നത്. എന്നിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നു, ഈ വൃക്ഷത്തിൽ നിന്നും വന്നവർക്കെല്ലാവർക്കും ഈ ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കാൻ അവർ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? ഈ പ്രേമഫലം എന്ന് പറയുന്നത് വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രേമത്തിന്റെ ഫലം എന്ന് പറയുന്നത് വളരെ വളരെ ആസ്വാദ്യകരമാണ്. അപ്പോൾ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നു, ഈ പഴം ആദ്യം രുചിക്കുന്നവൻ ഉടൻ തന്നെ അവൻ മത്തനായിത്തീരുന്നു, അവൻ മതോന്മത്തനായിത്തീരുന്നു. എന്നിട്ട് ഉടൻ തന്നെ അവൻ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു, ചിരിക്കാൻ തുടങ്ങുന്നു, അവന്റെ കണ്ണുകളിൽ ജലം വരുന്നു, അവൻ ഹരിനാമം ജപിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു വളരെ സന്തുഷ്ടനാകുന്നു. അപ്പോൾ ശ്രീല പ്രഭുപാദർ പറയുകയാണ്, ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഭക്തിയാകുന്ന ഈ ഫലം ഞാൻ പാശ്ചാത്യ ദേശങ്ങളിൽ പോയി വിതരണം ചെയ്തപ്പോൾ ഞാൻ കാണുകയാണ്, ഇത് ജപിക്കുന്ന ഓരോരുത്തരും
എത്ര ആനന്ദത്തോടു കൂടിയാണ് നൃത്തം ചവിട്ടുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിതരണം ചെയ്യുന്ന സ്വയം ഭഗവാൻ തന്നെ അത് രുചിക്കുകയും എല്ലായ്പ്പോഴും മതോന്മത്തനായിരിക്കുകയുമാണ്. അതായത് തൻ്റെ സങ്കീർത്തന പ്രസ്ഥാനം കൊണ്ടിട്ട് അദ്ദേഹം എല്ലാവരെയും തന്നെ പോലെ തന്നെ മതോന്മത്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. മതോന്മത്തൻ എന്ന് പറയുമ്പോൾ ഭഗവത് പ്രേമത്തിൽ ഉണ്ടാകുന്ന ദിവ്യമായ ഉന്മാദത്തിൽ എല്ലാവരും ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഈ ആനന്ദത്തിൽ ആഹ്ലാദിക്കാത്തതായിട്ട് ആരെയും കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രീ ചൈതന്യ മഹാപ്രഭു ആപാനി ആചാരി ഭക്തി കൈല പ്രചാർ ആദിലീലയിലെ 4-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സ്വന്തം ആചരണം കൊണ്ടിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന തത്വം എനിക്ക് തന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോൾ മഹാപ്രഭു തന്നെ സ്വയം ഈ പ്രേമഭക്തി രുചിച്ചുകൊണ്ട് എപ്രകാരം ഇതിൽ ആനന്ദമുണ്ടാകുന്നു എന്ന് കാണുകയും അപ്രകാരം ആനന്ദിതനായി നിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ആ ആനന്ദം പകർന്നു നൽകുകയാണ്. അത് ഈ ഫലം രുചിച്ചവരെല്ലാവരും, നേരത്തെ ഇവരിൽ പലരും മഹാപ്രഭുവിനെ വിമർശിച്ചവരായിരുന്നിട്ട് പോലും അവർക്കെല്ലാം ഈ ഫലം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും നൃത്തം ചെയ്തു തുടങ്ങി. അങ്ങനെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, ഇനി വിവിധ തരത്തിലുള്ള ഇതിൻ്റെ ശാഖകളെ കുറിച്ചിട്ട് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.